ഹലോ, ഇന്ന് നമുക്ക് കുറച്ച് മിക്സ്ചർ ഉണ്ടാക്കിയാലോ? മിക്സ്ചർ എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടല്ലേ? നമുക്ക് നമ്മുടെ ഭാഷയിൽ മിക്സ്ചർ എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ മിക്സ്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 പാത്രങ്ങളിൽ മാവുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വലിയ പാത്രത്തിലിരിക്കുന്ന മാവെന്ന് പറയുന്നത് ഒരു 2 കപ്പ് കടലമാവും 1 കപ്പ് അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടി, നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനും എടുക്കുന്ന വറുത്ത അരിപ്പൊടിയില്ലേ, അതാണ്. പിന്നെ നമ്മൾ ആ ചെറിയ പാത്രത്തിൽ എടുത്തിരിക്കുന്നത് ബൂന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള മാവാണ്. അതൊരു 1.5 കപ്പ് കടലമാവും 1/4 കപ്പും 1 സ്പൂണോളം അരിമാവും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ മാവുകളിലോട്ട് നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കണം. ആദ്യമായിട്ട് ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 2 മാവിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സേവ് തയ്യാറാക്കാനായിട്ട് 1.5 ടീസ്പൂൺ മുളക് പൊടി, ബൂന്തി തയ്യാറാക്കാനായിട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2ലേക്കും 1/2 ടീസ്പൂണോളം കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. 2 മാവും നന്നായിട്ട് ഇളക്കി ഈ പൊടികളെല്ലാം നമ്മൾ യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് മാവിലേക്ക്, നമ്മുടെ സേവ് തയ്യാറാക്കാനുള്ള മാവിലേക്ക് ആവശ്യത്തിന് വെള്ളവും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നന്നായിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ നമ്മൾ മാവിലേക്ക് കുത്തുമ്പോൾ ഇങ്ങനെ അമർന്നു പോകുന്ന രീതിയിൽ കുഴച്ചെടുക്കണം. പിന്നെ നമുക്ക് ബൂന്തി തയ്യാറാക്കാനുള്ള മാവ് ഇതുപോലെ ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് വറുത്ത് കോരാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു പാത്രം തന്നെ വെച്ച് കൊടുക്കണം. പാത്രം ചൂടായി വരുമ്പോഴത്തേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് സേവ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ ചില്ലാണ് ഉപയോഗിക്കുന്നത്. എണ്ണ നമുക്ക് നന്നായിട്ട് ചൂടായി വന്നോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ മാവിൽ നിന്ന് തന്നെ കുറച്ച് ചെറിയൊരു ഉരുള മാവെടുത്തിട്ട് ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് തിളച്ച് പൊങ്ങി വരുവാണെങ്കിൽ നമുക്ക് എണ്ണ ചൂടായെന്ന് മനസ്സിലാക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതങ്ങ് കോരിയെടുത്ത് കളയാൻ കേട്ടോ. അതിനകത്ത് കിടന്ന് കരിഞ്ഞു പോകണ്ട. അതങ്ങ് എടുത്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ സേവനാഴിക്കകത്ത് കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മാവ് അതിനകത്തേക്ക് വെച്ച് കൊടുക്കുക. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ചെയ്യുന്നില്ലേ, അതേ സെയിം പ്രോസസ്സ് തന്നെയാണ് ഇതിവിടെയും ചെയ്യുന്നത് കേട്ടോ. ഇടിയപ്പത്തിന് മാവ് നിറച്ച് കൊടുക്കുന്നത് പോലെ മാവ് ആ സേവനാഴിക്കകത്തേക്ക് നിറച്ച് കൊടുക്കണം. എന്നിട്ട് അടച്ച് നമ്മൾ ഈ എണ്ണയിലോട്ട്, നമ്മൾ സേവനാഴിയിൽ നിന്ന് മാവ് എണ്ണയിലോട്ട് നമ്മൾ വീശിടിയപ്പം ഉണ്ടാക്കുന്ന മെത്തേഡ് അതുപോലെ കുറച്ച് വലുപ്പത്തിൽ വേണം ചുറ്റിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ചുറ്റിച്ചെടുക്കണം. കാരണം ഇത് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലോട്ട് ആവി അടിക്കും കേട്ടോ. അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. ഇനി നമുക്കിതൊരു മീഡിയം സൈസ് തീയിലിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. കരിഞ്ഞു പോകരുത്, ഒട്ടും തന്നെ കരിഞ്ഞു പോകരുത്, ടേസ്റ്റ് മാറിപ്പോവും. ഇങ്ങനെ 1-2 സെക്കൻഡൊക്കെ വെച്ചതിന് ശേഷം തിരിച്ച് മറിച്ചും ഇട്ട് നമുക്ക് അറിയാമായിരിക്കുമല്ലോ അത് മൂത്ത് വരുന്നത് കാണുമ്പോഴത്തേക്ക്. ഈ തവി വെച്ച് തട്ടി നോക്കുമ്പോഴത്തേക്ക് അറിയാം മൂപ്പ്. അപ്പം നമ്മൾ തിരിച്ച് മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. കരിഞ്ഞു പോകാതെ നന്നായിട്ട് മൂപ്പിച്ച് കോരിയെടുക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. ഒത്തിരി സമയമൊന്നും വേണ്ട അത് മൂക്കാനായിട്ട്. അപ്പം നമുക്ക് ഇതുപോലെ കുറേ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച് ഈ മാവിനകത്തുനിന്ന് കുറച്ചേ ഉണ്ടാവുള്ളൂ, നമുക്ക് കുറച്ച് കൂടുതൽ അളവ് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ബൂന്തിയുടെ മാവ് ആ കണ്ണാപ്പയിലൂടെ കോരി എണ്ണയിലേക്ക് ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഉരുണ്ട് വരും കേട്ടോ. അങ്ങനെയാണ് നമുക്ക് ഈ ബൂന്തിയും കിട്ടുന്നത്. ഞാനതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ നമ്മളൊരു 100-150 ഗ്രാമോളം കടല എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി വറുത്തെടുത്തു. 250 ഗ്രാമോളം കപ്പലണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ ഈ എണ്ണയിൽ തന്നെ വറുത്ത് കോരി. പിന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ഒരു പിടി വെളുത്തുള്ളി ചതച്ചത് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വേണം കറിവേപ്പില ഇടാനായിട്ട്. കുറച്ച് കൂടുതൽ തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കണം. എന്നാലേ ഇതിനകത്ത് നല്ലൊരു ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ. ഇതെല്ലാം ആ എണ്ണയിൽ തന്നെ നമുക്കങ്ങ് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ മൂപ്പിച്ചെടുക്കുന്ന സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ബൂന്തിയും എല്ലാം എടുത്തുകൊണ്ടൊന്ന് വെച്ചിട്ടുണ്ട്. ബൂന്തിയുണ്ട്, നമ്മൾ വറുത്തെടുത്ത കടലയുണ്ട്, വെളുത്തുള്ളിയും കറിവേപ്പിലയുണ്ട്, കപ്പലണ്ടിയുണ്ട്. ഇതെല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് എടുത്തുകൊണ്ട് വെച്ചു. ഇത് മിക്സ് ചെയ്യാനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു പാത്രം തന്നെ എടുക്കണം. ഞാൻ സേവ് ഉണ്ടാക്കി വെച്ച ഉരുളി തന്നെയാണ് എടുത്തത്. എന്നിട്ട് ആദ്യം നമ്മൾ ഈ സേവ് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കണം കേട്ടോ. തീരെ അങ്ങ് പൊടിയാക്കരുത്. എന്നിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് നേരത്തെ മാവിൽ ചേർത്തതുപോലെ തന്നെ
കുറച്ച് കായപ്പൊടിയും കുറച്ച് ഉപ്പും മുളക് പൊടിയൊക്കെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. ഉപ്പ് നമ്മൾ കറക്റ്റ് നോക്കിയിട്ട് ചേർക്കണം. എരിവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുകയോ കുറയുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ മിക്സ്ചർ റെഡിയായി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. കടയിൽ നിന്ന് വാങ്ങുന്ന തരത്തിലുള്ള അതേ ടേസ്റ്റിലുള്ള നല്ല മിക്സ്ചർ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആദ്യത്തെ പരീക്ഷണമായിരുന്നു, എന്തായാലും അത് വിജയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും മിക്സ്ചർ ഉണ്ടാക്കി നോക്കണം. വീഡിയോ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും തന്നെ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇവിടെ നിർത്തുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.